മൈക്രോ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് ഈ പരിപ്പിന്റെ അത്ര ക്വാണ്ടിറ്റി പോലും വേണ്ട. പക്ഷെ ഇത് മിസ്സായി കഴിഞ്ഞാൽ ഹെൽത്ത് താറുമാറാവും. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ വേണ്ട ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഇത് നിങ്ങൾക്ക് ഡയറക്ട്ലി മാക്രോ ന്യൂട്രിയൻസ് പോലെ എനർജി തരുന്നില്ലെങ്കിലും നിങ്ങളുടെ ഗ്രോത്തിനും ഇമ്മ്യൂണിറ്റിക്കും ഓർഗൻ ഫംഗ്ഷനും ഒക്കെ മൈക്രോ ന്യൂട്രിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ രണ്ട് ടൈപ്സ് ആണ് മെയിൻലി ഉള്ളത്, വൈറ്റമിൻസും മിനറൽസും. വൈറ്റമിൻസിൽ അഗെയിൻ ടു ടൈപ്സ്, ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും വാട്ടർ സോളിബിൾ വൈറ്റമിൻസും. ഫാറ്റ് സോളിബിൾ എന്ന് പറയുമ്പോൾ ഫാറ്റിലൂടെ ഡിസോൾവ് ആയി ഫാറ്റിൽ സ്റ്റോർ ആവുന്ന വൈറ്റമിൻസ് ആണ്, അതായത് എ, ഡി, ഇ, കെ പോലെയുള്ള വൈറ്റമിൻസ്. അതേപോലെ വാട്ടർ സോളിബിൾ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ്, അതായത് ബി കോംപ്ലക്സും വൈറ്റമിൻ സിയും. ഇനിയിപ്പോൾ മിനറൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് മിനറൽസ് ആണ് വരുന്നത്, മേജർ മിനറലും ട്രേസ് മിനറലും. മേജർ മിനറൽ ഒരുപാട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ. അതുപോലെ ട്രേസ് മിനറൽസിൽ അയൺ, സിങ്ക്, അയോഡിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഫുഡ് സോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫുഡിൽ മാത്രമായിട്ട് ഒരു പെർട്ടിക്കുലർ വൈറ്റമിനോ മിനറലോ അങ്ങനെയില്ല, എല്ലാം ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റിയിലുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ വേണ്ടിയിട്ട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, പ്രോട്ടീൻ ഫുഡ്സ് ഒക്കെ കഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് എടുക്കാം. നിങ്ങൾ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ അനാവശ്യമായിട്ട് എക്സസീവ് സപ്ലിമെന്റ്സ് എടുക്കുമ്പോഴാണ് ടോക്സിസിറ്റി എന്നൊരു റിസ്ക് വരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഫാറ്റ് ടു ഫിറ്റ് ട്രാൻസ്ഫോർമേഷന്റെ ഡേ 22 ആണ്. നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് കമന്റ് ചെയ്യുക.